നമസ്കാരം, ഏവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ചലന സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് ചലന സമവാക്യങ്ങളായ v is equal to u plus at, s is equal to ut plus half at square, v square equal to u square plus 2as എന്നീ സമവാക്യങ്ങൾ രൂപീകരിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ചലനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. മാറിയ പരീക്ഷാ രീതികൾക്കനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അതാണ് മറ്റ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും നമ്മളെ വേറിട്ട് നിർത്തുന്നതും നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നതുമായ ഘടകം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് കൃത്യമായി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ക്ലാസ്സുകൾ കേട്ടിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും കയ്യിലെടുത്താൽ അത് അത്രയും നന്നായിരിക്കും. കാരണം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതിന് ഉപകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സോ എല്ലാവരെയും ചലന സമവാക്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡും ആണ് എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്ര എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൽ നിന്നും ഈ ചോദ്യത്തിന്റെ അവസാന ലൈനിൽ നമുക്ക് കാണാം അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദൂരമാണ്. എസ് സമം എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിശ്ചലാവസ്ഥയിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഒരു വലിയ ഹിന്റാണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ആ ലൈനിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഇനി പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രവേഗമാണ് നമുക്ക് മെയിൻ ആയിട്ട് തന്നിരിക്കുന്നത്. അതേപോലെ പ്രവേഗത്തോടൊപ്പം എന്തും നമുക്ക് തന്നിട്ടുണ്ട്, സമയവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, വസ്തു ഇത്ര സമയത്തിനുള്ളിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ഹിന്റ് ഇതാണ്, 4ാമത്തെ സെക്കൻഡിലെ പ്രവേഗം അതായത് u ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്. 8ാമത്തെ സെക്കൻഡിലെ പ്രവേഗം v ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് എന്താണ് പ്രവേഗങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ത്വരണം a സമം v മൈനസ് u ഡിവൈഡഡ് ബൈ t. v എത്രയാണ് 40, u എത്രയാണ് 20, t എത്രയാണ് 4. അതായത് ഇവിടെ ചോദ്യത്തിൽ 4ാമത്തെ സെക്കൻഡ് 8ാമത്തെ സെക്കൻഡ്, അപ്പം 8 മൈനസ് 4 സമം 4. അങ്ങനെയാണ് നമുക്ക് ഇവിടെ t 4 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 20/4 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം എന്നുള്ളത് കിട്ടും. ഇനി സഞ്ചരിച്ച ദൂരം s is equal to ut plus half at square അല്ലെ. നമുക്ക് ദൂരവും അതേപോലെ വെലോസിറ്റിയും ടൈമും ഒക്കെ കണക്ട് ചെയ്തിടുന്ന ഒരു ഇക്വേഷൻ ആണ്, രണ്ടാം ചലന സമവാക്യമാണ് s is equal to ut plus half at square. അപ്പോൾ u എത്രയാണ് 20 ആണ് അല്ലെ, t എത്രയാണ് 4 ആണ്. അപ്പോൾ ഇൻ പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 5 ആണ്. t സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 4 സ്ക്വയർ ആണ് അല്ലെ. അപ്പോൾ 20 ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 സ്ക്വയർ, 20 ഇൻറ്റു 4 80 ആണ്. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 സ്ക്വയർ എന്നുള്ളത് നമുക്ക് 40 എന്ന് കിട്ടും. അപ്പം 80 പ്ലസ് 40 ഈക്വൽ ടു 120 മീറ്റർ എന്ന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പം നിശ്ചലാവസ്ഥയിൽ നിന്നും ആ വസ്തു പുറപ്പെട്ടു. അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡുമാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ T1 T2 തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയ UV തന്നിട്ടുണ്ട്. T1 4 ആണ്, T2 8 ആണ്, U എന്ന് പറയുന്നത് 20 ആണ്, അതേപോലെ V എന്ന് പറയുന്നത് 40 ആണ്.
ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്നിരിക്കുമ്പോൾ അതിൽ നിന്നും ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? v - u ഡിവൈഡഡ് ബൈ t എന്ന് കണ്ടുപിടിക്കാം. v എന്നാൽ 40 ആണ്, u എന്നാൽ 20 ആണ്, t എന്നാൽ എന്താണ്? t2 - t1 8 ആണ്. അപ്പം എന്താണ്? 20 ഹരിക്കണം 8 എന്ന് നമുക്ക് കിട്ടി, സമം 10 ഹരിക്കണം 4 സമം 2.5 എന്ന് നമുക്ക് കിട്ടി. ക്ഷമിക്കണം, v - u. ഓക്കെ, 40 - 20 ഡിവൈഡഡ് ബൈ t. ഇവിടെ t എടുത്തതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. t എന്നത് 8 - 4 എത്രയാണ്? 4 ആയിട്ട് നമുക്ക് എടുക്കണം. 8 - 4 4 എന്നാണ് എടുക്കേണ്ടത്. അതേപോലെ ഇവിടെയും നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. 8 - 4 4, 20/4. 20/4 സമം എത്രയാണ്? 5 ആണ് നമുക്ക് കിട്ടുന്നത്. 20/4 സമം 5. 5 m/s² എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ s is equal to ut plus half at²ൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. u എന്നാൽ 20 ആണ്, ടൈം 4 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്നത് 5 ആണ്, t² എന്നത് 4² ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 120 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ഈ ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ആക്സിലറേഷൻ v - u/t ഉപയോഗിച്ച് ആക്സിലറേഷൻ കാണുന്നു. പിന്നെ s is equal to ut plus half at² എന്ന സമവാക്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം പുതിയ പുതിയ ചോദ്യങ്ങൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പരീക്ഷകൾ ചെല്ലും തോറും. അപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിൽ, മാറിയ പരീക്ഷാ രീതിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ SCRT പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓടിക്കൊണ്ടിരിക്കുന്ന കാർ 3 m/s² മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തി എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്ന് കണ്ടെത്തുക. അപ്പോൾ ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, 3 m/s² മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്തു? ഇത് ബ്രേക്ക് ചെയ്തു. മന്ദീകരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ആണ്, റിട്ടാർഡേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ആണ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഈ റിട്ടാർഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 സെക്കൻഡ് സമയം കൊണ്ട് ഇത് നിശ്ചലാവസ്ഥയിലെത്തി. അങ്ങനെയെങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? നമ്മളൊരു വണ്ടിക്ക് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പൊടുന്നനെ അത് നിൽക്കണമെന്നില്ല, കുറച്ച് ദൂരം അത് ബ്രേക്ക് ചെയ്തിട്ട് അത് മുന്നോട്ട് സഞ്ചരിക്കും അല്ലേ? ആ ദൂരമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആക്സിലറേഷൻ ആണ് ആകെ ഇവിടെ തന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ദൂരം എന്നുള്ള ഒരു സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻ ഏതാണ്? s is equal to ut plus half at² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -3 m/s² ആണ്. കാരണം ആക്സിലറേഷൻ മന്ദീകരണം അല്ലേ, അതുകൊണ്ടാണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ടാണ് -3 എന്ന് എടുത്തിരിക്കുന്നത്. സമയം 4 സെക്കൻഡ് ആണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് t = 4 സെക്കൻഡ് എന്ന് നമ്മൾ എടുത്തു. പിന്നെ വെലോസിറ്റി. അപ്പോൾ ഒരു വണ്ടി ഇനിഷ്യലി ഒരു വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, അത് u ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് ചവിട്ടി നിർത്തുന്ന കാറിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും അല്ലെ? ഫൈനൽ വെലോസിറ്റി = 0 ആയിരിക്കും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 എന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒന്നാം ചലന സമവാക്യം എന്താണ്? v = u + at അല്ലേ? അതിൽ നിന്ന് ആ v 0 ആണ്, u അതേപോലെ ഉണ്ട്, at നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ v 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് u = -at. u = -at. അപ്പോൾ ഇവിടെ മൈനസ് ചിഹ്നം ഉണ്ട്. a എന്നത് ഓൾറെഡി -3 ആണ്. അപ്പോൾ -3 ഇൻറ്റു t എന്നാണ് 4 ആണ് അല്ലേ? അപ്പോൾ -3 എന്താണ്? +3 ആണ്. അപ്പോൾ 3 × 4 എന്താണ്? 12 m/s ആണ് കാറിന് ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി. അതായത് ആ കാറ് 12 m/s ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന്
അതിന് എന്താണ് നിർത്താൻ, ആ കാറ് നിർത്താൻ വേണ്ടി ബ്രേക്ക് ചവിട്ടി. അങ്ങനെ ചവിട്ടിയപ്പോൾ അവസാനമുള്ള വെലോസിറ്റി 0 ആണ്. വണ്ടി നിൽക്കാനെടുത്ത സമയം എത്രയാണ്? 4 സെക്കൻഡാണ്. അപ്പം ഇനി നമുക്ക് എന്തേ കാണണ്ടുള്ളൂ? എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു എന്നുള്ളതല്ലേ. S ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at² എന്ന സമവാക്യത്തിലേക്ക് അത് ആരോപിച്ചാൽ മതി. അപ്പോൾ u എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു t എത്രയാണ്? 4 ആണ്. പ്ലസ് ½ ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എത്രയാ? -3 ആണ്. ആ മൈനസ് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. സമയം എത്രയാണ്? 4² ആണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 24 മീറ്റർ. 12 ഗുണിക്കണം 4 48, പിന്നെ ഹാഫും 16ഉം വെട്ടുമ്പോൾ 8 ആണ്. 8 ഇൻറ്റു -3 -24 ആണ്. 48 - 24 ആണ്. 24 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ഏതാണ് ശരിയായ ഉത്തരം? 24 മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ ബ്രേക്ക് ചവിട്ടി 3 മീറ്റർ/സെക്കൻഡ്² ആക്സിലറേഷൻ റിട്ടാർഡേഷനിലാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അത് 4 സെക്കൻഡ് സമയം കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത് നിശ്ചലാവസ്ഥയിലെത്തിയത്. എങ്കിൽ ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യത്തിൽ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്ന വാല്യൂ ആക്സിലറേഷൻ -3 മീറ്റർ/സെക്കൻഡ്² ആണ്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാം, കാർ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ v ഈസ് ഈക്വൽ ടു u പ്ലസ് at എന്ന ഇക്വേഷനിൽ നമുക്ക് ഇത് ആരോപിക്കാം. ആക്സിലറേഷനോടൊപ്പം നമുക്ക് ടൈം 4 സെക്കൻഡ് എന്നുകൂടി തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ v എന്നത് 0 ആണ്, u നമുക്കറിയില്ല. എന്താണ്? ആക്സിലറേഷൻ -3 ആണ്. -3 ഗുണിക്കണം 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് u = 12 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഇനി s ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at² നമ്മൾ ഇത് ആരോപിക്കുന്നു. u 12 ആണ്. ടൈം എത്രയാണ്? 4 ആണ്. അതേപോലെ ½ ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് -3 ആണ്. t² എന്ന് പറയുന്നത് 4² ആണ്. 4² 16 ആണ്. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് നമുക്കെത്തും. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് എന്നും ചിലപ്പം അറിവുണ്ടാവില്ല, സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിലുള്ളൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതുവാണ്. v ഈസ് ഈക്വൽ ടു u പ്ലസ് at, s ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ at², v² ഈക്വൽ ടു u² പ്ലസ് 2as. ഇനി ആക്സിലറേഷൻ്റെ ഇക്വേഷനും കൂടി എഴുതിക്കോ. v ഈസ് ഈക്വൽ ടു u മൈനസ് t എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇത് നോർമലി നമുക്കറിയാം ഒരു ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണെങ്കിൽ അതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ½ ആണ്, ഇവിടെ ആക്സിലറേഷനും ടൈമും ഉണ്ടല്ലേ. അപ്പോൾ ഇനി ut ഇവിടുത്തെ ut-യിലെ ടീം നമുക്കറിയാം. അപ്പോൾ ആ u കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോബ്ലത്തിൻ്റെ കുരുക്ക് നമുക്ക് അഴിക്കാം. ആ പ്രോബ്ലം നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ u എങ്ങനെ കിട്ടും? കാരണം ആ ചോദ്യത്തിൽ നിന്ന് v 0 ആണ് എന്നറിയാം, a തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് u ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്ത u ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുവാണ്? s കിട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്ന ടെക്നിക്ക്. കാരണം ഈ 4 ഇക്വേഷന് പുറത്തേക്കൊന്നും പോകില്ല. ഈ 4 ഇക്വേഷൻ ഇനി ചിലപ്പം f ഈസ് ഈക്വൽ ടു ma ഫോഴ്സ് എങ്ങാനും തന്ന് മാസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും a എടുക്കാൻ വന്നേക്കാം. അത് വളരെ റെയറാണ്. അപ്പോൾ നിങ്ങൾ ഈ 4 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. എന്നിട്ട് ആ പ്രോബ്ലത്തെ ഈ ഇക്വേഷൻസുമായിട്ട് നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കുക, കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാണ് ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ ഒന്ന് വട്ട് നോക്കുമ്പോൾ അതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിഞ്ഞു വരും, യാതൊരു സംശയവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ചോദ്യമാണെങ്കിലും അതേ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും എന്താണ്?
വിയും അതേപോലെ വിയും യുവും തന്നിട്ടുണ്ട്. ടൈം നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും ഇവിടെ നമുക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ വി അറിയാം, അതേപോലെ യു അറിയാം, പിന്നെ ടൈമും അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ എയിനെ ഊരിയെടുക്കുന്നു. ആ കിട്ടിയ എയുമായി നമ്മൾ ഹാപ്പിയായി ഈ ഇക്വേഷനിലേക്ക് പോയാൽ യു ഓൾറെഡി അറിയാം, ടി അറിയാം, നമുക്ക് എന്ത് കിട്ടുന്നു? എസ് കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന്റെ കുരുക്കഴിച്ചെടുക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ചോദ്യം വായിച്ച ഐഡിയ ഇല്ലാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചലന സമവാക്യങ്ങളും അതേപോലെ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നുള്ള ആ ഇക്വേഷനും നിരത്തി അങ്ങ് എഴുതുക. എന്നിട്ട് ആ ഇക്വേഷൻസുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തിലേക്കുള്ള തടസ്സം, ആ കല്ല് നീങ്ങിക്കിട്ടും. അങ്ങനെ നിങ്ങൾ ഉത്തരത്തിലേക്കുള്ള ആ പൂട്ട് തുറന്ന് ഉത്തരത്തിലേക്ക് എത്തി അത് മാർക്കിലേക്ക് വീഴും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് എന്ന് നോക്കാം. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രവേഗം മാറുന്നു. കാറിന്റെ ത്വരണം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പേനയും പേപ്പർ എടുത്ത് സ്പീഡിൽ ഒന്ന് ചെയ്തേ. 20 മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? യു ആണ്. 40 മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? വി ആണ്. അപ്പോൾ ത്വരണം എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി അല്ലേ കുട്ടികളെ? അപ്പോൾ വി എന്താണ്? 40, യു എന്താണ്? 20, ടൈം എന്താണ്? 5 സെക്കൻഡ്. അപ്പോൾ 40 മൈനസ് 20/5 സമം 20/5 സമം 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിൻ്റെ ത്വരണം എന്ന് പറയുന്നത്. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യു അറിയാം, പി അറിയാം, ടി അറിയാം. എ ഇക്വൽ ടു വി മൈനസ് യു ബൈ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ തന്നെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒന്ന് നോക്കിയാലോ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ച് നോക്കാം. യു എത്രയാണ്? 20 ഇൻറ്റു എത്രയാണ് സമയം? 5 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 4, അതേപോലെ ടൈം എത്രയാണ്? 5 സെക്കൻഡ്, അതായത് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 25. അപ്പം നമുക്ക് കിട്ടുന്നു 100 പ്ലസ് ഇത് കട്ട് ചെയ്യുന്നു, അതേപോലെ 25 ഇൻറ്റു 2 50, 150 മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 150 മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ, മറ്റൊരു കുട്ടി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് ആണ്. അപ്പോൾ 2as സമം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ എസ് സമം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഹരിക്കണം 2a എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വി സ്ക്വയർ വി എത്രയാണ്? 40 ആണ്. യു എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 40 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 2 ഇൻറ്റു 4 ആണ്. അപ്പം 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. 20 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇൻറ്റു 20, 2 ഇൻറ്റു 2 4, 400 വരുന്നു. ഡിവൈഡഡ് ബൈ 8 ആണ്. നമുക്കിതിനെ 1600 മൈനസ് 400 ബൈ 8, നമുക്കിതിനെ 1200 ഹരിക്കണം 8 എന്നെഴുതാം. ഇതിനെ നമ്മൾക്ക് കട്ട് ചെയ്ത് 4, അതേപോലെ 6, 600 ഹരിക്കണം 4 സമം 300 ബൈ 2 സമം 150 മീറ്റർ. അപ്പോൾ കണ്ടോ, ഇതേ ഉത്തരത്തിലേക്ക് തന്നെ എത്തി. ബട്ട് ഇവിടെ സ്ക്വയർ ഒക്കെ വരുന്നത് കൊണ്ട് കാൽക്കുലേഷൻ കുറച്ച് ലെങ്തിയാണ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്യുന്ന കുറച്ചും കൂടെ വേഗം നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ കഴിയുമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എടുക്കുക. കാരണം വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും.
അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഉത്തരത്തിലെത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് ഉത്തരങ്ങളും സെയിം ആണ് എന്നും ക്ലിയർ ആയി. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി എങ്കിൽ ട്രെയിനിന്റെ ത്വരണം കണ്ടുപിടിക്കുക. അതേപോലെ ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ഇതാണ് നമ്മൾ അടുത്തതായി കാണുന്ന പ്രോബ്ലം. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒന്നാമത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ത്വരണമാണ്. ത്വരണം കാണാൻ നമുക്ക് എളുപ്പമാണ്. A is equal to V minus U divided by T എന്നാണ് നമുക്ക് ത്വരണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. സോ ഇവിടെ നമുക്ക് കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 72 km/h എന്നുള്ളതാണ്. അതായത് വെലോസിറ്റി km/h നമുക്ക് തന്നിരിക്കുന്നത്. വെലോസിറ്റി km/h നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായി തന്നിരിക്കുന്നത് 72 km/h എന്നുള്ള ഒരു വാല്യൂ ആണ്. അതായത് SI യൂണിറ്റിലല്ല തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അറിയാവുന്നതാണ്. 72 km/h നമുക്ക് m/s കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ 72 × 5/18 എന്ന ഒരു ഫാക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. 72 ഗുണിക്കണം 5/18. അപ്പോൾ 18ഉം 72ഉം 4 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം 20 m/s ആണ് എന്ത് 72 km/h എന്ന് പറയുന്നത്. ഇനി 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് 600 സെക്കൻഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. 10 മിനിറ്റ് 600 സെക്കൻഡ് ആണ്. അപ്പോൾ ഒന്നാമതായി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രെയിനിന്റെ ത്വരണം കണ്ടുപിടിക്കാനാണ്. അപ്പം എങ്ങനെയാണ് ട്രെയിനിന്റെ ത്വരണം കണ്ടുപിടിക്കുന്നത്? ആക്സിലറേഷൻ ഈക്വൽ ടു V minus U divided by T. അപ്പോൾ വെലോസിറ്റി അല്ലെ, വെലോസിറ്റി എന്ന് പറയുന്നത് 20 m/s ആണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഒരു ട്രെയിനിന്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? ആദ്യ പ്രവേഗം 0 ആയിരിക്കുമല്ലേ? കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ ആയിരിക്കും അത്. അതിൽ നിന്ന് നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ U 0 ആയിരിക്കും. V 72 km/h ആണ്. അതായത് 20 m/s ആണ് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് 20 - 0 ഹരിക്കണം നമ്മളുടെ T 10 മിനിറ്റ്, അതായത് 600 സെക്കൻഡ്. 20/600 ആണ്. ഇതിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/30 എന്നാണ് നമുക്ക് കിട്ടുന്ന ത്വരണം. 1/30 m/s² എന്ന് നമുക്ക് കിട്ടും. അതായത് 72 km/h 5/18 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 5/18 എങ്ങനെയാണ് വന്നത്? 72 km/h ആണ്. കിലോമീറ്ററിനെ മീറ്ററിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹവറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ടും മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ വീണ്ടും 60 കൊണ്ടും. അതായത് നോക്കൂ, ഈ 1000 ഡിവൈഡഡ് ബൈ 3600 ആണ് ഈ 5/18 എന്ന് പറയുന്നത്. ഈ 2 0 കട്ട് ചെയ്തു. 10നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5, 36നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 18. ഇങ്ങനെയാണ് നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുന്ന 5/18 വന്നിരിക്കുന്നത്. അതായത് കിലോമീറ്ററിനെ മീറ്ററിലാക്കി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അവറിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിനിറ്റിലും വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡിലും ആക്കുന്നു. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 5/18 എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 1000 ഡിവൈഡ് ബൈ 3600 കൊണ്ട് ചെയ്യുന്നു. നമ്മൾ ചെയ്യുമ്പോൾ 5/18 കൊണ്ട് ചെയ്താലും മതി. അത് ഓർമ്മയിൽ നിൽക്കുവാണെങ്കിൽ 5/18. അപ്പം 4, 5 × 4 20. അപ്പം അങ്ങനെ സമയം 600 സെക്കൻഡ് ആണ്. V - U by T 20 - 0 ഹരിക്കണം 600. അപ്പോൾ 1/30 m/s² ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ S ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ടൈം എന്താണ്? 10 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എന്താണ്? വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. S = ut + ½ AT² ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ V² = U² - U² + 2as എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ V² = U² + 2as വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെലോസിറ്റി 20 ആണ്. 20²
ഇനിഷ്യൽ വെലോസിറ്റി 0 2 ഇവിടെ നമുക്ക് എഴുതാം. ആക്സലറേഷൻ 1/30 ആണ് എന്ന് കണ്ടുപിടിച്ചു. നമുക്ക് എന്താണ് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് സമം 400 × 15 6000 മീറ്റർ എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി നിങ്ങൾ എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT² ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u 0 ആയതുകൊണ്ട് ഇത് മൊത്തം 0 ആയിരിക്കും. പിന്നെയുള്ളത് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 1/30 ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. T² എന്ന് പറയുന്നത് 600 × 600 ആണ്. ടൈം 600 ആണ്. അപ്പോൾ ഇവിടെ 30 × 2 എത്രയാണ് 60 ആണ്. അപ്പം ഇവിടെ ഇതിനെ നമുക്ക് 600 × 600 ഹരിക്കണം 60 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ 60 കൊണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്യുന്നു. ഇവിടെ 10 വരും. 10 × 600 എത്രയാണ് 6000 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പം 6000 മീറ്റർ സമം 6 കിലോമീറ്റർ. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഇത് രണ്ടും നമുക്ക് തരുന്നത് ഒരേ ഒരു ഉത്തരമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിതുവരെ ചർച്ച ചെയ്ത പ്രോബ്ലംസ് നമുക്കൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടത് നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം തന്നിട്ടുണ്ട്. 4ാമത്തെ സെക്കൻഡിലെ പ്രവേഗവും 8ാമത്തെ സെക്കൻഡിലെ പ്രവേഗവുമാണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ സെക്കൻഡിനും 8ാമത്തെ സെക്കൻഡിനും ഇടയിൽ സഞ്ചരിച്ച ദൂരം കണക്കാക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സഞ്ചരിച്ച ദൂരം എസ് സമം ut പ്ലസ് ഹാഫ് AT² എന്ന ഇക്വേഷൻ ആണ്. അതിനു മുമ്പായി നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഹരിക്കണം സമയമാണ്. 40 - 20/4. അപ്പം നമുക്ക് എന്ത് കിട്ടി? ത്വരണം കിട്ടി. ആ കിട്ടിയ ത്വരണവുമായി നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സമയം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്ക് 120 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു. രണ്ടാമത്തെ ചോദ്യം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണ്. അതിൻ്റെ 3 m/s² ആണ് അതിൻ്റെ മന്ദീകരണം എന്ന് പറയുന്നത്. ആ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ 4 സെക്കൻഡ് സമയം കൊണ്ടാണ് നിശ്ചലാവസ്ഥയിലെത്തിയത്. അപ്പോൾ ബ്രേക്ക് ചെയ്തത് മുതൽ കാർ നിൽക്കുന്നത് വരെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കണ്ടെത്തിയത് ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. v = u + at ഉപയോഗിച്ച്. ഫൈനൽ വെലോസിറ്റി 0 കാരണം കാർ സ്റ്റോപ്പ് ചെയ്യുവാണ് ഉണ്ടായത്. ആക്സിലറേഷൻ്റെ ആ മൈനസ് ചിഹ്നം അതിൻ്റെ മന്ദീകരണം കാറിന് നെഗറ്റീവ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ ആണ് എന്നത് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും u 12 m/s എന്ന് കിട്ടി. ആ കിട്ടിയ u നമുക്ക് s = ut പ്ലസ് ഹാഫ് AT² ആരോപിക്കുന്നു. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. നമുക്ക് കിട്ടുന്ന ഉത്തരം 24 മീറ്റർ എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 m/s നിന്ന് 40 m/s എത്തുകയാണ്. അപ്പോൾ കാറിന്റെ ത്വരണം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരണം = പ്രവേഗ വ്യത്യാസം ഹരിക്കണം സമയമാണ്. അതായത് v - u / t ആണ്. v എന്നത് 40 ആണ്, u എന്നത് 20 ആണ്, t 5 ആണ്. അപ്പോൾ 20/5 4 m/s² ആണ് അതിൻ്റെ ആക്സലറേഷൻ. കാറിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് s = ut പ്ലസ് ഹാഫ് AT² ആണ്. u 20 ആണ്, t 5 ആണ്. അതേപോലെ ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ 4 ആണ്, t 5 ആണ്, 5² ആണ്, 150 മീറ്റർ എന്ന് കിട്ടും. ഇനി മറ്റൊരാൾ v² = u² + 2as എന്ന സമവാക്യം ഉപയോഗിച്ചാലോ? അതാണെങ്കിലും ഓക്കെ ആണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് ഇതിൽ നിന്നും എസിനെ ഒറ്റയ്ക്കാക്കി എടുത്താൽ മതി. v² - u² 2a 40² - 20² ഹരിക്കണം 2 × 4. ഇങ്ങനെയാണെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതും സെയിം ഉത്തരത്തിലേക്കാണ്. പല വഴികളുണ്ട്, എല്ലാം ഉത്തരത്തിലേക്കാണ്. നിങ്ങൾക്ക് ഏത് വഴിയാണ് ഏറ്റവും എളുപ്പം ആ വഴി നിങ്ങൾ എന്ത് ചെയ്തോളുക? ചൂസ് ചെയ്തോളുക. ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ കണ്ടത് റെയിൽവേ സ്റ്റേഷനിലും പുറപ്പെടുന്ന ഒരു ട്രെയിനിന്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 72 km/h ആയി എങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മളെ കുറച്ചൊന്ന് കുഴപ്പിക്കാൻ വേണ്ടി അവർ എന്താണ് വെലോസിറ്റി km/h തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ km/h തന്നാൽ അതിനെ m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് 20 m/s എന്ന് കിട്ടും. ഇനി ഏതെങ്കിലും പ്രോബ്ലത്തിൽ m/s km/h മാറ്റണമെങ്കിൽ അവിടെ നിങ്ങൾ നേരെ തിരിച്ച് 18/5
കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 1000 ഹരിക്കണം 3600 നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ 5/18 എന്ന് പറഞ്ഞ ഫാക്ടർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ത്വരണം v - u ഡിവൈഡഡ് ബൈ t എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ത്വരണം കണ്ടെത്താം. അപ്പോൾ v - u ഡിവൈഡഡ് ബൈ t എന്ന് ചെയ്യുമ്പോൾ 1/30 ഇതിൻ്റെ ത്വരണമായി കിട്ടും. പിന്നെ v² = u² + 2as എന്നുള്ള ഇക്വേഷനിലേക്ക് ഇത് ആരോപിക്കുക. അങ്ങനെ ആരോപിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് s മാത്രമായി കിട്ടും. 6000 മീറ്റർ അഥവാ 6 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി നിങ്ങൾ s = ut + ½ at² കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ 6000 മീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ എന്ന ഉത്തരത്തിലേക്ക് തന്നെ നിങ്ങളെത്തും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല വ്യക്തമായി തന്നെ പഠിക്കുക, നന്നായി മനസ്സിലാക്കി തന്നെ ഇത് പഠിക്കണം. 1, 2, 3 നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അത് നന്നായി ചെയ്യാൻ പറ്റുന്നത് അത്രയും തവണ നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇത്തരം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പോകുവാണെങ്കിൽ പരീക്ഷാ ഹാളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിലെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും. എങ്ങനെ വളച്ചും തിരിച്ചും ചോദ്യം ഇട്ടാലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്, അത് നമ്മൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായി പഠിക്കുക, ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോലി എത്രയും വേഗം നിങ്ങളെ തേടിയെത്തട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ആൻഡ് താങ്ക് യു.